പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്നെ ആരും അറിയുന്നില്ല. തീർച്ചയാണ് ഒരുപക്ഷെ നമ്മുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ വേണ്ടപ്പെട്ടവരോ ഇവൻ സഭാ ശുശ്രൂഷകന്മാരോ അറിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ ഇവരാരുമല്ല നമ്മളെ വീണ്ടെടുത്തതെന്ന് മനസ്സിലാക്കാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഗുഡ് മോർണിംഗ്, പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും എക്സൽ മീഡിയ ഒരുക്കുന്ന ഇന്നത്തെ ചിന്ത എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. വീണ്ടും ഈ പ്രഭാതം ദൈവവചനവുമായി നിങ്ങളെ സമീപിക്കുവാൻ ലഭിച്ച അവസരം വിലപ്പെട്ട അവസരമായി കരുതുന്നു. സ്ഥിരമായി ഇത് കേൾക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഇതൊരു അനുഗ്രഹമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ ഓരോ പുസ്തകങ്ങൾ, ഓരോ അധ്യായങ്ങൾ ധ്യാനിച്ചു വരുമ്പോൾ ഓരോ ദിവസവും ദൈവവചനത്താൽ ആരംഭിക്കുന്നത് അനുഗ്രഹമാണ്. അതുമൂലം ദൈവവചനം വ്യക്തിപരമായി ധ്യാനിക്കാനും പഠിക്കുവാനും സാധിക്കും. ഇന്നത്തെ ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്നത് യിരെമ്യാവിന്റെ പുസ്തകം 24-ാം അധ്യായമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രവചന പുസ്തകം. പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തന്റെ ദാസന്മാരിലൂടെ നമ്മോട് പറയാനുള്ള സന്ദേശമാണ്. അതിലൊരു പക്ഷേ മുന്നറിയിപ്പുകൾ ഉണ്ടാകും, പ്രത്യാശ വചനങ്ങളുണ്ടാകും, വാഗ്ദത്ത വചനങ്ങളുണ്ടാകും. അതോരോ സാഹചര്യങ്ങളനുസരിച്ച്. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം തന്റെ ദാസന്മാരെ അറിയിക്കാതെ ഒന്നും ചെയ്തില്ല. ദൈവത്തിന്റെ ജനമായ യഹൂദ ജനത്തോടുള്ള ദൈവത്തിന്റെ ഒരു സന്ദേശം ഒരു സ്വർഗീയ കാഴ്ചപ്പാടിലൂടെ യിരെമ്യാവിന് കൈമാറുന്നതാണ് 24-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. നമുക്കറിയാം, അതിന്റെ 24-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചാൽ ദൈവം യിരെമ്യാവിന് യഹോവയുടെ മന്ദിരത്തിൽ വെച്ചിരിക്കുന്ന 2 കുട്ട അത്തിപ്പഴമാണ് കാണിച്ചത്. അതിൽ ഒരു കുട്ടയിൽ ഇരിക്കുന്നത് ഏറ്റവും മധുരമുള്ള, ഏറ്റവും നല്ല അത്തിപ്പഴമാണ്. മറ്റേ കുട്ടയിൽ ഇരിക്കുന്നത് ഏറ്റവും ചീത്തയായ, ഏറ്റവും മോശമായ അത്തിപ്പഴം. ദൈവം യിരെമ്യാവിനോട് ചോദിക്കുന്നുണ്ട്, യിരെമ്യാവ് എന്ത് കാണുന്നു? യിരെമ്യാവ് തന്നെയാണ് മറുപടി പറയുന്നത്, അത്തിപ്പഴം കാണും. ഒന്ന് ഏറ്റവും ചീത്തയായതും മറ്റൊന്ന് ഏറ്റവും നല്ലതും. ഇത് പറഞ്ഞ അനന്തരമായി ദൈവം ഇതിന്റെ അർത്ഥം എന്താണെന്ന് വിശദീകരിക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തീയതി. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. എന്താണ് നല്ല അത്തിപ്പഴം? ഇസ്രായേലിൽ നിന്ന് ബാബിലോണിലേക്ക്, കൽദയ പട്ടണമായ ബാബിലോണിലേക്ക് ബദ്ധന്മാരായി, അടിമകളായി പിടിച്ചു കൊണ്ടുപോകപ്പെട്ട ആളുകൾ. ആ കൂട്ടത്തിലാണ് ദാനിയേലും മറ്റ് പ്രവാചകന്മാരും, ശദ്രക്കും മേശക്കും അബേദ്നെഗോ തുടങ്ങിയ സകല ആളുകളും പിടിക്കപ്പെട്ടു. യിരെമ്യാവ്, യെഹെസ്കേൽ അടക്കമുള്ള ആളുകൾ അതിനകത്ത്. പക്ഷെ അവരെ കുറിച്ചൊക്കെ നല്ല സാക്ഷ്യമുള്ള ആളുകളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ എന്തുകൊണ്ടോ അവരെല്ലാം ആ വേദനയുടെ അനുഭവങ്ങളിലേക്ക് പോകേണ്ടി വന്നു. കർത്താവ് പറയുന്നു, ഇത് നല്ല കുട്ടയത്തിപ്പഴമാണ്. അതുകൊണ്ട് ദൈവം എന്താ കൊടുത്ത വാഗ്ദത്തം? വാക്യം 6, ഞാൻ എന്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, ഒളിച്ചു കളകയില്ല. അവരെ നടും, പറിച്ചു കളകയില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങളും ദൈവം അറിയുന്നതാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി നിലത്ത് വീഴണമെങ്കിൽ തമ്പുരാൻ അറിയണം.
നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്നെ ആരും അറിയുന്നില്ല. തീർച്ചയാണ് ഒരുപക്ഷെ നമ്മുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ വേണ്ടപ്പെട്ടവരോ ഇവൻ സഭാ ശുശ്രൂഷകന്മാരോ അറിഞ്ഞില്ലെന്ന് വരാം. പക്ഷെ ഇവരാരുമല്ല നമ്മളെ വീണ്ടെടുത്തതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഓരോ മൂവ്മെന്റും അറിയുന്നൊരു ദൈവമുണ്ട്. തന്റെ ഒടുവിലത്തെ രക്തം വരെയും ഊറ്റിത്തന്ന ഒരു സ്നേഹനാഥൻ നമുക്കുണ്ട്. ആ കർത്താവാണ് നമ്മോട് പറയുന്നത്, നമ്മെ നടുവാനത്രേ, പറിച്ചു കളയുവാനല്ല. നമ്മെ പണിയുവാനത്രേ, പൊളിച്ചു കളയുവാനല്ല. അവൻ നമ്മെ തിരികെ കൊണ്ടുവരും. ഏത് പ്രതിസന്ധികളിൽ നിന്നും, ഏത് ശൂന്യതകളിൽ നിന്നും, ഏത് താഴ്ചകളിൽ നിന്നും അവൻ നമ്മെ തിരികെ കൊണ്ടുവരും. ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. എന്താണ് മോശമായി പോയത്? ദൈവത്തിന്റെ വാക്കുകൾ കാണാൻ ദൈവത്തോട് മറുത്തു മത്സരിച്ചവർക്ക് വരുന്ന ന്യായവിധിയെ കുറിച്ചാണ്. അവരെ കുറിച്ച് വായിക്കുന്നത്, അവർ നശിക്കും, ഇവരുടെ ഇടയിൽ വാളും ക്ഷാമവും മഹാമാരിയും അയക്കും. അവർ പഴഞ്ചൊല്ലും പരിഹാസ വിഷയവുമാണ്. 9ഉം 10ഉം വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ്. എന്നാൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നത് പ്രത്യാശയ്ക്കും അനുഗ്രഹത്തിന്. ഈ രാവിലെ സമയം നമുക്ക് ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കാം. ദൈവിക അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകട്ടെ. ദൈവിക സമൃദ്ധി നമ്മുടെ മേൽ. പ്രിയ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പരസ്പരം അനുഗ്രഹിക്കും. ഇന്നത്തെ ധ്യാനം ഒരു അനുഗ്രഹമാണ്. God bless you all.